ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് ഈയിടെയായിട്ട് സ്ഥിരമായി എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ മഴക്കാലത്ത് നമ്മൾ ഏത് വളമാണ് പച്ചക്കറി ചെടികൾക്ക് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. കാരണം പെട്ടെന്ന് തന്നെ ഓടി മഴ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന പോലെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴക്കാലത്ത് എപ്പോഴും ചെടികൾക്ക് കൊടുക്കാൻ നല്ലത് ജൈവവളങ്ങളാണ്, പ്രത്യേകിച്ച് കമ്പോസ്റ്റ് വളങ്ങൾ. കമ്പോസ്റ്റ് വളങ്ങളെന്ന് പറയുമ്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ കോഴിവളവോ ആട്ടിൻ വളവോ അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അതാകുമ്പം മണ്ണിനകത്ത് കിടന്ന് കുറേശ്ശെ അലിഞ്ഞ് വളരെ കുറേശ്ശെ മാത്രമേ അതിനകത്തുനിന്ന് വളത്തിൻ്റെ ഭാഗങ്ങൾ ചെടികളിലേക്ക് മാറിക്കിട്ടുന്നുള്ളൂ. കിടന്ന് അഴുകി വളരെ സ്ലോയിലായിട്ട് കിട്ടുന്ന ഒരു വളമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളമാണ് ചെയ്യാനായിട്ട് നല്ലത്. ഇതിപ്പോൾ നമ്മളിതേ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വെണ്ടയുടെ തൈകളാണ്. അപ്പോൾ നമുക്ക് ഇവർക്കൊന്ന് വളം കൊടുക്കാം. അപ്പോൾ ചുവടൊന്ന് പതുക്കെ നേരെ ചുവടിലോട്ട് ചേർത്ത് ചെയ്യേണ്ട കേട്ടോ, കുറച്ച് മാറ്റി നമ്മൾ ഈ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുവാണേ. പെട്ടെന്നാണ് ഇത് ഇതുപോലെ പുല്ല് കിളുക്കുന്നത് കേട്ടോ. മഴക്കാലത്തുള്ളൊരു പ്രധാന ശല്യവും ഇത് തന്നെയാണ്, കളകൾ പെട്ടെന്ന് കിളുക്കും. കളകൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം അവർ വലിച്ചുകൊണ്ട് പോവും. അപ്പം നമ്മൾ കളകളെ കൃത്യമായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. എത്ര നോക്കിയാലും ഇപ്പോൾ ഇന്ന് നോക്കിയിട്ട് നാളെ വന്നാൽ നാളെയും ചിലപ്പോൾ മാറ്റാനായിട്ട് കാണും. അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണക്കാക്കേണ്ട, അവരെ അങ്ങ് പറിച്ചു മാറ്റി കളഞ്ഞോണം കേട്ടോ. അല്ലെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളം കിട്ടാതെ പോവും. അപ്പം നമ്മൾ ഈ കളയെല്ലാം പറിച്ചു മാറ്റുവാണേ. ഇനി നോക്കിക്കേ, ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണേ. അപ്പം ഞാൻ ഇതിൻ്റെ നടുഭാഗത്തേക്കാണ് നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ ഏകദേശം നടുഭാഗത്തേക്ക് നമ്മൾ ആ മണ്ണ് ഇളക്കിയ വശത്തേക്ക് ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ടേ. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് നമ്മളിവിടെ നിറച്ച് വയ്ക്കുന്ന മണ്ണാണേ, കണ്ടോ. ഈ മണ്ണ് കുറച്ച് ഞാൻ ഈ വളവിട്ടതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. കുറേശ്ശെ മതി. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഇട്ട് കൊടുത്ത ചാണകപ്പൊടിയെ നമ്മളൊന്ന് മൂടിയെടുക്കും കേട്ടോ. കാരണം ഇനി മഴ പെയ്താൽ നേരിട്ട് നമ്മളിട്ട വളത്തിൻ്റെ മുകളിലോട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഇട്ട വളത്തിൻ്റെ മുകളിലോട്ട് നേരിട്ട് വെള്ളം വീണ് അത് വെള്ളത്തിനകത്ത് ഒഴുകി നഷ്ടപ്പെട്ടു പോകാതിരിക്കും. പിന്നെ വളക്കൂറുള്ള മണ്ണ് ഒലിച്ചു പോകാതിരിക്കും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ഗോൾഡൻ സീതപ്പഴത്തിൻ്റെ ചെടിയാണേ. അപ്പോൾ നമുക്ക് ഇതിന് വളം കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ചെടികൾക്കൊക്കെ നമ്മൾ വളം കൊടുക്കുമ്പം ജൈവവളം ആണെങ്കിലും വളം കൊടുക്കുമ്പം ഒരിക്കലും ഈ ചുവട്ടിൽ തട്ടുന്ന പോലെ നമ്മൾ വളം കൊടുക്കാൻ പാടില്ല. ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി മാത്രമേ നമ്മൾ വളം കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ചുറ്റിലെ മണ്ണിനെ കുറച്ചിങ്ങനെ മാറ്റിയിട്ട്, ഇത് നമ്മുടെ സ്റ്റെറാമീലാണേ. അപ്പോൾ സ്റ്റെറാമീലിൻ്റെ ഒരു കുറച്ച് ഇതുപോലെ ചുവട്ടിൽ നിന്ന് മാറ്റി നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മണ്ണ് തന്നെ ഇട്ടിട്ട് നമുക്കതിങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പം നമ്മൾ അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടുവന്നിടുന്നതിൻ്റെ സാധനം കാണുന്നത് കണ്ടോ, മുട്ടത്തോടും അങ്ങനത്തെ വളങ്ങളെല്ലാം കിടക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വളം കൊടുക്കണം. പിന്നെ നമ്മൾ ഈ മഴക്കാലത്ത് വളം കൊടുക്കുമ്പം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചുവട്ടിൽ നിന്ന് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ചുവട് ചേർത്ത് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായി മഴ പെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വളം തണ്ടിനോട് ചേർന്ന് കിടന്നിട്ട്, ഈ ജൈവവളങ്ങളാണല്ലോ നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്നത്, അപ്പം ഫംഗസ് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഇലകളിലൊക്കെ ഇലപ്പുള്ളി രോഗങ്ങളുണ്ടാകും. അതുപോലെ തണ്ടയിലൊക്കെ ഇങ്ങനെ വിണ്ട് കീറുന്നത് പോലെയും പൊടി പിടിച്ചിരിക്കുന്നത് പോലെയും ഒക്കെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ചിലപ്പോഴാണെങ്കിൽ മണ്ണിലേക്ക് ആ രോഗം ബാധിച്ചിട്ട് അതിൻ്റെ വേരുകൾ തന്നെ ചീഞ്ഞ് അഴുകി നമ്മളുടെ ചെടി തന്നെ നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് ഒരു കാരണവശാലും ചുവടിനോട് ചേർത്ത് വളമിടാൻ പാടില്ല. സ്ഥിരമായി ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കണ്ടോ, മണ്ണിലുള്ള മൂലകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറയുന്നത് വളം കൊടുക്കാൻ പറഞ്ഞപ്പം ജൈവവളം കൊടുക്കാൻ പറഞ്ഞില്ലേ, രാസവളങ്ങൾ കൊടുത്താലത്തെ കുഴപ്പം, രാസവളങ്ങളെല്ലാം തന്നെ അതുപോലെ ന്യൂട്രിയൻറ്റുകളെല്ലാം തന്നെ മണ്ണിൽ നന്നായി ലയിക്കുന്നവയാണ്. സ്ഥിരമായി മഴ പെയ്ത് അതിൽ നിന്ന് വെള്ളം ഊർന്ന് താഴേക്ക് പോകുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ മണ്ണിലുള്ള ലവണാംശങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ കുരുമുളകിൻ്റെ ഇല കണ്ടോ, ചെറിയ മഞ്ഞ നിറത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ തണ്ടുകൾ, അതിൻ്റെ അകത്തൂടെ പോകുന്ന വെയിന്
അല്ലെങ്കിൽ സിരകൾ പോലെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പൊതുവെ മഗ്നീഷ്യം അതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിൽ ഈ ചെടികളുടെ ചുവടുകളിൽ എപ്പോഴും നമ്മുടെ എപ്സം സോൾട്ട് 1 ഗ്രാം അല്ലെങ്കിൽ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നല്ല പോലെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കും. പക്ഷേ ഈ മഴയോടുകൂടി ചെയ്യണമെന്നില്ല. നമ്മൾ മഴ കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെടികൾക്ക് ചെയ്തു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ മഴക്കാലത്ത് ജൈവവളങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ അടുപ്പിച്ച് ഒരു കാലത്ത് ഇല്ലാത്ത തരത്തിലുള്ള മഴയാണ് നമുക്കിപ്പോൾ ഈ പ്രാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും തുടർച്ചയായി ആഴ്ചകളോളം മഴ കിട്ടുന്ന അവസരത്തിൽ ഒരു തരത്തിലുള്ള വളവും ചെടിയുടെ ചുവട്ടിലേക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ജൈവവളങ്ങളാണെങ്കിലും അത് കൂടി ചേർന്ന് കിടന്ന് മണ്ണിലെ ചെടികളുടെ ചുറ്റുമുള്ള ചെടികളുടെ വേരിന് ചുറ്റുമുള്ള വായു സമ്പർക്കം എയർ സർക്കുലേഷൻ കുറയുന്നതിനനുസരിച്ച് ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയുകയും ആ കഴിവ് കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ കൂടുതൽ വളം കിട്ടുന്നത് ചെടി നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാവരും മഴയൊന്നും നനയാതെ പനിയൊന്നും പിടിപ്പിക്കാതെ സുഖമായും സ്വസ്ഥമായും ഇരിക്കണം. എൻ്റെ പനി അങ്ങോട്ട് മാറി വരുന്നുള്ളൂ. ഇപ്പം എന്തേ തുള്ളിയായിട്ട് മഴ വീഴുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തോട്ടത്തിൽ കയറി മഴ നനയുന്നതാണ് പനി മാറാതിരിക്കുന്നത്. പനി മാറാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര കുഴപ്പവുമാണ്. അപ്പം നിങ്ങളാരും ഇതുപോലെ പനി പിടിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.